السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു റജബ് ഹംബലി റഹിമഹുള്ളയുടെ ലതായിഫുൽ മആരിഫ് എന്ന ഗ്രന്ഥത്തിൽ റമളാനുമായി ബന്ധപ്പെട്ട വളായിഫു ഷഹ്ർ റമളാൻ എന്ന ഭാഗത്ത് നാം തുടർന്ന് വായിക്കുന്ന ഭാഗം അവസാനത്തെ മജ്ലിസാണ്, ഫസ്ലാണ് നമ്മൾ വായിക്കുന്നത്. അതിൽ റമളാനിന്റെ ജസാ എന്നുള്ളത്, അജ്ർ എന്നുള്ളത് പാപമോചനമാണ്, മഗ്ഫിറത്താണ് എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഹദീസ് അറിയപ്പെട്ട പ്രശസ്തമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുമ്പോൾ 3 തവണ ആമീൻ പറഞ്ഞ ഹദീസിനെ പറ്റിയെല്ലാം പറഞ്ഞു. അതിനുശേഷം ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നു, വഇന്നമാ കാന യൗമുൽ ഫിത്ർ മിൻ റമളാൻ ഈദൻ ലിജമീഇൽ ഉമ്മ. ഈ യൗമുൽ ഫിത്ർ അഥവാ ഈദുൽ ഫിത്ർ എന്നുള്ളത് ഈ ഉമ്മത്തിന് മുഴുവൻ അതിനാൽ ഈദാണ്. لأنه يعتق فيه أهل الكبائر من الصائمين من النار فيلتحق فيه المذنبون بالأبرار. കാരണം വൻപാപങ്ങളിൽ മുഴുകിയിരുന്ന അല്ലെങ്കിൽ വൻപാപങ്ങൾ സംഭവിച്ചു പോയിട്ടുള്ള ആളുകൾ നോമ്പുകാരായതിലൂടെ അവർ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു. റമളാനിന്റെ പ്രത്യേകതയായിട്ട് ഹദീസ് വന്നിട്ടുള്ള നരകത്തിൽ മോചിപ്പിക്കപ്പെടുമെന്നുള്ളത്. فيلتحق فيه المذنبون بالأبرار. അതുപോലെ ആ ദിവസം, ഈദിന്റെ ദിവസം, പാപികളായിട്ടുള്ള ആളുകൾ അങ്ങനെ പുണ്യവാന്മാരായി മാറുന്ന അല്ലെങ്കിൽ പുണ്യവാന്മാരോടൊപ്പം ചേരുന്ന ആ ദിവസമാണ്. കമാ അന്ന യൗമുൻ നഹ്രി യൗമുൽ ഈദുൽ അക്ബർ. ഏതുപോലെ യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 10, യൗമുൽ ഫിത്ർ എന്ന് പറയുമ്പോൾ ശവ്വാൽ 1, യൗമുൻ നഹർ ദുൽഹിജ്ജ 10, വലിയ പെരുന്നാൾ എന്ന് പറയുന്ന ബലി പെരുന്നാൾ. ഹുവൽ ഈദുൽ അക്ബർ, അത് വലിയ ഈദാണ് ആ ദുൽഹിജ്ജ 10 എന്നുള്ളത്. കാരണം എന്താണ്? ലിഅന്ന ഖബ്ലഹു യൗമ അറഫ, അതിന്റെ തൊട്ട് ദിവസം ദുൽഹിജ്ജ 9 യൗമ അറഫയാണ്. വഹുവൽ യൗമുൽ ലദീ ലാ യുറാ ഫീ യൗമിൻ മിന ദുനിയ അക്സറ ഇത്ഖൻ മിനൻ നാരി മിൻഹു. ആ ദിവസത്തിന്റെ പ്രത്യേകത, യൗമ അറഫയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേ ദിവസം ദുനിയാവിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന പോലെ വേറൊരു ദിവസത്തിൽ മോചിക്കപ്പെടുന്നില്ല. അറഫയുടെ പ്രത്യേകതയാണ്. അന്ന് ധാരാളം ആളുകൾ അല്ലാഹു തആല നരകമോചിതരാക്കുന്നു. ഫമൻ ഉഅ്തിഖ മിനൻ നാരി ഫിൽ യൗമൈൻ. അപ്പോൾ ഈ 2 ദിവസത്തിലും എന്ത് വന്നു? ഈദുൽ ഫിത്ർ അല്ലെങ്കിൽ യൗമുൽ ഫിത്റിൽ റമളാൻ കൊണ്ടുള്ള നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടലും യൗമുൻ നഹറിൽ അറഫ ദിവസം കൊണ്ടുള്ള നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടലും വന്നു. അപ്പോൾ ഈ 2 ദിവസങ്ങളിൽ ആരാണോ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ആളുകളിൽ പെടുന്നത്, ഫലഹു യൗമു ഈദിൻ, അവർക്ക് ആ ദിവസം ഈദിന്റെ ദിവസമാണ്, യൗമു ഈദാണ്. വമൻ ഫാതഹുൽ ഇത്ഖു ഫിൽ യൗമൈൻ, എന്നാൽ ഈ 2 ദിവസത്തിലും ആ നരകമോചനം നഷ്ടപ്പെടുന്ന ആളുകൾ ഫലഹു യൗമു വഈദിൻ, അവർക്ക് യൗമു വഈദാണ്. യൗമു ഈദല്ല, യൗമു വഈദാണ്, താക്കീദിന്റെ ദിവസമാണ്. അഥവാ നാളെ പരലോകത്ത് നരകത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു മാസം ലഭിച്ചിട്ടും ഇത്ര മഹത്തായിട്ടുള്ള ദിവസവും അവസരമെല്ലാം ലഭിച്ചിട്ടും പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് യൗമു വഈദാണ് അവർക്കുള്ളത്. എന്ന് പറയുകയാണ്, ലമ്മാ കാനത്തിൽ മഗ്ഫിറത്തു വൽ ഇത്ഖു മിനൻ നാർ കുല്ലും മിൻഹുമാ മുറത്തബൻ അലാ സിയാമി റമളാൻ വഖിയാമിഹി. ഇവിടെ ഈ മഗ്ഫിറത്തും ഇത്ഖു മിനൻ നാറും അഥവാ പാപമോചനവും നരകത്തിൽ നിന്നുള്ള മോചിപ്പിക്കുക എന്നുള്ളതുമെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? എന്തിനെ തുടർന്നിട്ടാണ് വന്നിട്ടുള്ളത്? റമളാനിലെ നോമ്പും റമളാനിലെ രാത്രി നിസ്കാരമൊക്കെ തുടർന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന്റെ ഫലമാണ് ഈ പാപമോചനവും ഇത്ഖൊക്കെ, നരകമോചനമൊക്കെ. അമറല്ലാഹു സുബ്ഹാനഹു വതആല ഇൻദ ഇക്മാലിൽ ഇദ്ദതി ബിതക്ബീരിഹി വശുക്രിഹി. അതുകൊണ്ട് തന്നെ അതിനെ തുടർന്ന് ഇത് വരുന്നത് കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയുണ്ടായി, ഈ ദിവസം റമളാനിന്റെ ദിവസങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ പൂർത്തീകരണം ചെയ്യേണ്ടത് ബി തക്ബീരിഹി വശുക്രിഹി, തക്ബീർ കൊണ്ടും ശുക്ർ കൊണ്ടുമാണ്. അഥവാ അള്ളാഹുവിനെ തക്ബീർ ചെയ്തുകൊണ്ടും അള്ളാഹുവിന് ശുക്ർ കാണിച്ചുകൊണ്ട് ആണ്. ഫഖാല, അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്തിൽ,
വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. വലിതുക്മിലുൽ ഇദ്ദ, റമളാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അഹ്കാമുകളും നോമ്പുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾക്ക് ശേഷം അല്ലാഹു തആല പറയാണ് വലിതുക്മിലുൽ ഇദ്ദ, നിങ്ങൾ ആ എണ്ണം പൂർത്തീകരിക്കട്ടെ, അഥവാ റമളാനിന്റെ ദിവസങ്ങൾ 29 അല്ലെങ്കിൽ 30 പൂർത്തിയാക്കട്ടെ. എന്നിട്ടോ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ നിങ്ങൾ അല്ലാഹുവിനെ തക്ബീർ ചെയ്യട്ടെ. നമുക്കറിയാം ഈദിന്റെ ദിവസം തക്ബീർ ചൊല്ലുന്നതിന്റെ മഹത്വം. എന്നിട്ട് പറയാണ് വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയിട്ടാണത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിനെ തക്ബീർ ചെയ്യണം. എന്തിനാണത്? നിങ്ങൾക്ക് അള്ളാഹു തആല ഹിദായത്ത് നൽകിയെന്നത് കൊണ്ട്. രണ്ട്, നന്ദി കാണിക്കണം. ഇനി പറയാണ് എന്താണ് ഈ തക്ബീറും നന്ദിയുടെയും അർത്ഥം, അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള രഹസ്യം എന്താണ്? ഇബ്നു റജബ് പറയുന്നു ഫശുക്റു മൻ അൻഅമ അലാ ഇബാദിഹി ബിതൗഫീഖിഹിം ലിസ്സിയാമി വഇആനതിഹിം അലൈഹി വമഗ്ഫിറതിഹി ലഹും ബിഹി വഇത്ഖിഹിം ബിഹി മിനൻ നാർ. വശുക്റു, ശുക്റു എന്ന് പറഞ്ഞാൽ ആരോടാണ് ആ ശുക്ർ കാണിക്കുന്നത്? മൻ അൻഅമ അലാ ഇബാദിഹി, അവന്റെ അടിമകളുടെ മേലെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞവൻ. ബിതൗഫീഖിഹിം ലിസ്സിയാം, എങ്ങനെയാണ് അനുഗ്രഹം ചൊരിഞ്ഞത്? അവർക്ക് നോമ്പെടുക്കാനുള്ള തൗഫീഖ് കിട്ടി. നമുക്കറിയാം ഏതൊരു ഇബാദത്തും ഏതൊരു അമലും ഒരാളുടെ ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നുമല്ല അയാൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അത് അവർക്ക് കഴിയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖ് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയാറുള്ളത് ദിക്ർ എന്നുള്ളത് ഏറ്റവും ഭാരം കുറഞ്ഞൊരു അമലാണ്. ഏതവസ്ഥയിലും ചെയ്യാം. ഏതവസ്ഥയിലും ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് ദിക്ർ എന്നുള്ളത്. പക്ഷെ അതുപോലും ചില ആളുകൾക്ക് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. ആരോഗ്യം ഉണ്ടാകും, സമ്പത്ത് ഉണ്ടാകും, ശക്തി ഉണ്ടാവും, അധികാരം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ദിക്ർ പോലും ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ ഉണ്ടാവും. കാരണം അതാണ് തൗഫീഖ് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ നോമ്പ് നോൽക്കുക എന്നുള്ളത് കുറച്ചുകൂടി മശക്കത്തുള്ള, കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഒരു അമലാണ്. മുമ്പ് പറഞ്ഞതുപോലെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ചെയ്യുന്ന അമലാണ്. അത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകി. അതിന്റെ മേലെയാണ് ശുക്ർ. അതുപോലെ തന്നെ വഇആനതിഹിം അലൈഹി വമഗ്ഫിറതി ലഹും ബിഹി, ആ നോമ്പ് നോൽക്കാനുള്ള സഹായം ലഭിച്ചു. നമുക്ക് അത്താഴം കഴിക്കാൻ സാധിക്കുന്നുണ്ട്, നോമ്പ് തുറക്കാൻ ഭക്ഷണവും വെള്ളവും ലഭിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും അതിനുള്ള സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ മഗ്ഫിറതിഹി ലഹും ബിഹി, ആ നോമ്പ് നോൽക്കാനുള്ള തൗഫീഖ് ലഭിച്ചു എന്ന് മാത്രമല്ല, അത് നോൽക്കുന്നതിലൂടെ ആ നോൽക്കുന്ന ആളുകൾക്ക് മഗ്ഫിറത്തും അല്ലാഹു തആല നൽകുന്നു, പാപമോചനം നൽകുന്നു. വയിത്ഖിഹിം ബിഹി മിനൻ നാർ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്? അപ്പൊ ഇതെല്ലാം അള്ളാഹു നൽകിയ നിഅമത്താണ്. അതുകൊണ്ട് അതിനുള്ള നന്ദിയാണത്, നന്ദി കാണിക്കാനാണ് ഇവിടെ പറഞ്ഞത്. വയദ്കുറൂഹു വയശ്കുറൂഹു വയസ്തഖൂഹു ഹഖ്ഖ തുഖാതിഹി, അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിഅമത്ത് ചൊരിഞ്ഞിട്ടുള്ള ഈ അള്ളാഹുവിനെ ഓർക്കുകയും നന്ദി കാണിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുകയും ചെയ്യണം. അത് അള്ളാഹുവിന് കാണിക്കുന്ന നന്ദിയാണ്. അള്ളാഹുവിനെ ഓർക്കുക, നന്ദി കാണിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതൊക്കെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയാണ്. വഖദ് ഫസ്സറ ഇബ്നു മസ്ഊദ് തഖ്വാഹു ഹഖ്ഖ തുഖാതിഹി, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹഖ്ഖ തഖ്വ ഹഖ്ഖ തുഖാതിഹി എന്നുള്ള ആ ആയത്തിനെ, അല്ലെങ്കിൽ എന്താണ് ഹഖ്ഖു തഖ്വ, യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു ബി അൻ യുതാഅ ഫലാ യുഅസാ, അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കപ്പെടണം, ധിക്കരിക്കപ്പെടാൻ, അനുസരണക്കേട് കാണിക്കപ്പെടാൻ പാടില്ല. വയുദ്കറ ഫലാ യുൻസ, അള്ളാഹുവിനെ സ്മരിക്കപ്പെടണം, അള്ളാഹുവിനെ മറക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. വയുഷ്കറ ഫലാ യുക്ഫർ, അള്ളാഹുവിന് നന്ദി കാണിക്കണം, അള്ളാഹുവിന് നന്ദികേട് കാണിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പോ അള്ളാഹുവിനെ അനുസരിക്കണം, ഓർക്കണം, നന്ദി കാണിക്കണം. ഇതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാനും പാടില്ല. അതാണ് ഹഖ്ഖു തഖ്വ എന്ന് പറഞ്ഞാലെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയണം. അപ്പൊ ഇതൊക്കെ ശുക്രിന്റെ ഭാഗമാണ്. ഇതെല്ലാം ഈ നോമ്പ് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഒരു തുവനിൽ നിന്ന് ഉണ്ടാകണം എന്ന് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്. ഫയാർബാബദ്ദുനൂബിൽ അദീമ, വലിയ ഗൗരവമുള്ള വൻ പാപങ്ങളായിട്ടുള്ള വലിയ തെറ്റുകൾ ചെയ്തവരെ, അൽ ഗനീമത ഫീ ഹാദിഹിൽ അയ്യാമിൽ കരീമ, ഇതാ ഏറ്റവും ഈ ഔദാര്യം നിറഞ്ഞിട്ടുള്ള ഈ ദിവസങ്ങളിൽ നിങ്ങൾ നേടിയെടുക്കുക, നിങ്ങൾക്ക് മഹത്തായ നേട്ടമാണത്. അതിന്റെ കാര്യത്തിൽ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ഫമാ മിൻഹാ ഇബളുൻ വലാ ലഹാ ഖീമത്തുൻ, ഇതിന് പകരമായിട്ടൊന്നുമില്ല, ഇതിന്റെ മൂല്യത്തോളം വരുന്ന മറ്റൊന്നുമില്ല, അതിന് വേറൊന്നും പകരം വെക്കാനുമില്ല. ഫകം യുഅ്തഖു ഫീഹാ മിനൻ നാർ മിൻ ദീ ജരീറത്തിൻ വജരീമത്തിൻ, വലിയ ഗൗരവമുള്ള പാപങ്ങൾ ചെയ്തിട്ടുള്ള മുഴുകിയിട്ടുള്ള ആളുകൾ, എത്ര ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ ഈ ദിവസങ്ങളിൽ മോചിപ്പിക്കപ്പെടുന്നത്. ഫമൻ ഉഅ്തിഖ ഫീഹാ മിനൻ നാർ ഫഖദ് ഫാസ ബിൽ ജായിസത്തിൽ അമീമ വൽ
മിൻഹത്തിൽ ജസീമ, എത്രയെത്ര ആളുകളാണ് നരകത്തിൽ മോചിപ്പിക്കപ്പെടുന്നത് ഈ ദിവസങ്ങളിൽ. അങ്ങനെ അവർക്ക് വളരെ മൂല്യവത്തായ വളരെ മഹത്തായിട്ടുള്ള സമ്മാനങ്ങളും പ്രതിഫലങ്ങളും ലഭിക്കുന്നത്, അത് ലഭിച്ചുകൊണ്ട് വിജയിക്കുന്നത് എന്ന് പറയാം. എന്നിട്ട് വീണ്ടും പറയുന്നു യാ മൻ അഅതഖഹു മൗലാഹു മിനന്നാർ. അപ്പോ പാപങ്ങൾ ചെയ്ത ആളുകളെ പറ്റിയിട്ട് പറഞ്ഞല്ലോ, അവർക്ക് പാപമോചനത്തിലുള്ള അവസരം ഇതാക്കാണെന്ന് പറഞ്ഞു. എന്നിട്ട് രണ്ടാമത്തെ പറയാണ് യാ മൻ അഅതഖഹു മൗലാഹു മിനന്നാർ, ഒരുവനെ നിന്റെ യജമാനനാൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഒരുവനെ, അല്ലെങ്കിൽ അതിനുള്ള അവസരം ലഭിച്ചവനെ, ഇയ്യാക അൻ തഊദ ബഅദ അൻ സിർത ഹുർറൻ ഇലാ റിഖിൽ ഔസാർ, നീ സൂക്ഷിക്കണം, നീ ശ്രദ്ധിക്കണം, ഈ ഈ ഒരു അവസ്ഥയിലേക്ക് നീ ആയി, പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ട നരകത്തിൽ മോചിപ്പിക്കപ്പെട്ട അവസ്ഥയിലായി. എന്നിട്ട് പറയാണ് ഇയ്യാക അൻ തഊദ ബഅദ അൻ സിർത ഹുർറൻ, നീ സ്വതന്ത്രനായതിനു ശേഷം ഇലാ റിഖിൽ ഔസാർ, വീണ്ടും ആ പാപങ്ങളുടെ അടിമത്തത്തിലേക്ക് പോകുന്നത് നീ സൂക്ഷിക്കുക. അഥവാ ധാരാളം ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധമാണ് അല്ലെങ്കിൽ അപകടമാണ്, റമദാനിലൂടെ നേടിയെടുക്കുന്ന കാര്യങ്ങളെല്ലാം റമദാൻ കഴിയുന്നതോടുകൂടി അവൻ ഏതൊരു പാപങ്ങളാണോ റമദാനിൽ ഒഴിവാക്കിയത്, ഏത് പാപങ്ങളിൽ നിന്നാണോ അവൻ ഇസ്തിഗ്ഫാർ തേടിയത്, ഏത് തെറ്റുകളിൽ നിന്നാണോ അവൻ തൗബ ചെയ്തത്, ഏതാണോ ഇനി അവൻ ആവർത്തിക്കില്ല എന്ന് ഉറച്ച് തീരുമാനിച്ചത്, അള്ളാഹുവിന് മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തത്, അതിലേക്ക് യഥാവിധി ഉടനെ തന്നെ മടങ്ങുന്ന അവസ്ഥ. നഊദു ബില്ലാഹ് പറയാണ്, നീ സ്വതന്ത്രനായി പാപങ്ങളുടെ ആ കെട്ടിക്കുടുക്കിൽ നിന്ന്, ആ ശഹവത്തുകളുടെ കെണികളിൽ നിന്ന്, അതിന്റെ അടിമത്തത്തിൽ നീ സ്വതന്ത്രനായതിനു ശേഷം വീണ്ടും അതിലേക്ക് മടങ്ങുന്നത് നീ സൂക്ഷിക്കുക. അയുബ്ഇദുക മൗലാക അനിന്നാർ വഅൻത തതഖറബു മിൻഹാ, നിന്റെ യജമാനൻ അതാ നിന്നെ നരകത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരിക്കുന്നു, നീയാണെങ്കിലോ ആ നരകത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണോ. വയുൻഖിദുക മിൻഹാ വഅൻത തൂഖിഉ നഫ്സക ഫീഹാ വലാ തഹീദു അൻഹാ, നിന്നെ അതാ അതിൽ നിന്ന് എടുത്തു മാറ്റി അകറ്റുന്നു, പക്ഷെ നീ നിന്റെ സ്വന്തത്തെ അതിലേക്ക് വീണ്ടും കൊണ്ടുപോയിടുകയാണോ, നീ അതിന്റെ ഗൗരവത്തെ ശ്രദ്ധിക്കാതെ അതിന് പിടിച്ചു നിർത്താതെ. എന്നിട്ട് ഒരു ബൈക്ക് കൊടുക്കുകയാണ് വൈന്നംറഅൻ യൻജൂ മിനന്നാരി ബഅദമാ തസവ്വദ മിൻ അഅമാലിഹാ ലസഈദു, ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആ രക്ഷപ്പെട്ടതിന് ശേഷവും അവന്റെ പരലോകത്തേക്ക് വിഭവങ്ങൾ കർമ്മങ്ങൾ ചെയ്തൊരുക്കുന്നവൻ, അവനാണ് യഥാർത്ഥത്തിൽ സൗഭാഗ്യവാനായിട്ടുള്ളവൻ എന്ന് പറയാം. അപ്പോ ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം രണ്ടു കൂട്ടർ, ഒന്ന് പാപങ്ങൾ മുഴുകിയ ആളുകൾക്ക് തൗബ ചെയ്ത് മടങ്ങി നരകമോചിതനായുള്ള അവസരം ഉപയോഗിക്കുക എന്നുള്ളത്, രണ്ട് അങ്ങനെ മോചിതനായുള്ള അവസരം ഉപയോഗിച്ച ആളുകൾ വീണ്ടും അതിലേക്ക് മടങ്ങുന്നതിനെ ഗൗരവത്തിൽ സൂക്ഷിക്കുക എന്നുള്ളത്. എന്നിട്ട് പറയാണ് ഇൻ കാനത്ത് റഹ്മത്തു ലിൽ മുഹ്സിനീൻ, അള്ളാഹുവിന്റെ റഹ്മത്ത് മുഹ്സിനീങ്ങൾക്ക് മാത്രമായിരുന്നെങ്കിൽ, മുഹ്സിനീങ്ങൾക്കാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഫൽ മുസീഉ ലാ യഅസ് മിൻഹാ, പക്ഷെ എന്നാലും പാപം സംഭവിക്കുന്നവൻ, പാപം ചെയ്യുന്നവൻ അതിൽ നിരാശപ്പെടേണ്ടതില്ല. വൈൻ തകുനിൽ മഗ്ഫിറത്തു മക്തൂബത്തൻ ലിൽ മുത്തഖീൻ, അള്ളാഹുവിന്റെ പാപമോചനം മുത്തഖീങ്ങൾക്ക് രേഖപ്പെടുത്തിയതാണെങ്കിലും ഫദ്വാലിമു ലിനഫ്സിഹി ഗൈറു മഹ്ജൂബിൻ അൻഹാ, സ്വന്തത്തിനോട് അക്രമം പ്രവർത്തിക്കുന്നവൻ ഒരിക്കലും അതിൽ നിന്ന് മറയിടപ്പെട്ടവനല്ല. അതായത് റഹ്മത്ത് മുഹ്സിനീങ്ങൾക്കാണ്, മഗ്ഫിറത്ത് മുത്തഖീങ്ങൾക്കാണെന്ന് അറിയപ്പെട്ട അള്ളാഹു തആല അറിയിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാലും പാപം സംഭവിക്കുന്ന ആളുകൾ, ദുൽമു ചെയ്യുന്ന ആളുകൾ, അവർ നിരാശപ്പെടേണ്ട, അവർക്കൊരു അവസരം ഉണ്ടാകും എന്ന് പറയാണ്. അവർക്കുള്ള അവസരമുണ്ട് ഇനിയും പശ്ചാത്തപിച്ച് മടങ്ങാൻ പറയാണ്. ഇൻകാന, ഒരു ബൈത്ത് കൊടുക്കുകയാണ്, ഇൻകാന അഫ്വുക ലാ യർജൂഹു ദു ഖതഇൻ ഫമൻ യജൂദു അലൽ ആസീന ബിൽ കറം, ഈ പറയാണ് നിന്റെ ഈ പാപമോചനം, നിന്റെ അഫ്വ് എന്നുള്ളത് തെറ്റ് സംഭവിക്കുന്നവർ പ്രതീക്ഷിച്ചിട്ടില്ല എങ്കിൽ, അഥവാ പാപം ചെയ്യുന്നവർ അള്ളാഹുവെ നിന്റെ അഫ്വ് പ്രതീക്ഷിച്ചിട്ടില്ല എങ്കിൽ, ഫമൻ യജൂദു അലൽ ആസീന ബിൽ കറം, പാപം ചെയ്യുന്നവർക്ക് വേറെ ആരാണ് ഈ ഔദാര്യങ്ങളൊക്കെ ചൊരിയാനുള്ളത്, അല്ലെങ്കിൽ പാപങ്ങൾ പുറത്തു തരാൻ വേറെ ആരാ ഉള്ളത്? വേറെ ആരുമില്ല. എന്നിട്ട് ഈ ആയത്ത് കൊടുക്കുകയാണ്, അർജ ആയത്തിൻ ഫി കിതാബില്ല എന്ന് മുൻഗാമികൾ പറഞ്ഞ ഖുർആനിൽ ഏറ്റവും ആശ്വാസം നൽകുന്ന, പ്രതീക്ഷയേകുന്ന ആയത്ത് എന്ന് ചില സലഫുകൾ പറഞ്ഞ ആയത്ത് സൂറത്ത് സുമറിലെ 53-ാമത്തെ ആയത്ത്. ഖുൽ, നബിയെ പറയുക, യാ ഇബാദി, എന്റെ അടിമകളെ. എങ്ങനെയുള്ള അടിമകൾ? അല്ലാഹു പറയാൻ, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അവരുടെ സ്വന്തത്തിനോട് അതിക്രമം പ്രവർത്തിച്ചിട്ടുള്ള, പരിധി വിട്ട് തെമ്മാടിത്തരങ്ങൾ, പാപങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളവരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു നൽകുന്നവനാണ്. അപ്പോൾ ഏതൊരു കാര്യമാവട്ടെ, ഏതൊരു പാവങ്ങളാവട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു തആല പുറത്തു തരാൻ തയ്യാറാണ്, അതിനാവശ്യമായ രീതിയിൽ ആ പൊറുക്കലിനെ തേടിയാൽ. എന്നിട്ടൊരു ബൈത്ത് കൂടി കൊടുക്കുകയാണ്, ഇൻ കാന ലാ യർജൂക ഇല്ലാ മുഹ്സിനുൻ ഫമനില്ലദീ യർജൂ വയദ്ഉൽ മുദ്നിബു
മുഹ്സിൻ അല്ലാതെ അല്ലെങ്കിൽ നന്മ ചെയ്യുന്ന ഒരാളല്ലാതെ നിന്നോട് പ്രതീക്ഷ വെക്കരുത് എന്നാണ് എങ്കിൽ പാപം ചെയ്ത ഒരുവൻ ആരോടാണ് ദുആ ചെയ്യുക, ആരിലാണ് പ്രതീക്ഷ വെക്കുക എന്നുള്ളത്? കാരണം അവന് അള്ളാഹു മാത്രമേ ഉള്ളൂ. അള്ളാഹു അല്ലാതെ പാപം പൊറുക്കാൻ മറ്റാരുമില്ല. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുലേക്ക് ഏറ്റവും നല്ല രീതിയിൽ മടങ്ങുക. ഫയാ അയ്യുഹൽ ആസി എന്ന് ഇബ്രാഹിം പറയാണ്, പാപം ചെയ്യുന്നവനെ, വകുല്ലുനാ ദാലിക്, നാം എല്ലാം അങ്ങനെ പാപം സംഭവിക്കുന്നവരാണ്. ലാ തഖ്നുത് മിൻ റഹ്മത്തില്ലാഹ് ലിസൂഇ അഅമാലിക്, ഒരിക്കലും നീ ചെയ്ത മോശപ്പെട്ട പാപങ്ങൾ കാരണത്താൽ, കർമ്മങ്ങൾ കാരണത്താൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശയറ്റവനായി തീരരുത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശയിലായിക്കൊണ്ടേ ആകരുത്. ഫകം യുഅതഖു മിനൻ നാരി ഫീ ഹാദിഹിൽ അയ്യാമി മിൻ അംസാലിക്, നിന്നെ പോലെ പാപങ്ങളിൽ മാത്രം മുഴുകിയ, തെറ്റുകൾ മാത്രം ചെയ്തു പോയ എത്ര ആളുകളാണ് ഈ ദിവസങ്ങളിൽ നരകത്തിൽ നിന്ന് മോചിതമാക്കപ്പെട്ടത്. ഫഹ്സിൻ ظن بمولاك وتب إليه, നിന്റെ യജമാനെ കുറിച്ച് ഏറ്റവും നല്ല ചിന്ത വെക്കുക, അവനിലേക്ക് നീ പശ്ചാത്തപിച്ച് മടങ്ങുക. അതായത് ചില ആളുകൾ പാപത്തിന്റെ ഏറ്റവും വലിയ അപകടമായിട്ടുള്ള മക്കൾ പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. പാപം കുറെ ചെയ്തു കഴിഞ്ഞാല് തൗബയിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടും, തൗബ ചെയ്യാനുള്ള മാനസികാവസ്ഥ നഷ്ടപ്പെടും, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിരാശയുണ്ടാക്കും. പിന്നെ അവൻ ആ പാപത്തിൽ തന്നെ മുഴുകി അങ്ങനെ ജീവിതം തീർക്കാൻ വേണ്ടി ഉദ്ദേശിക്കും. ഇവിടെ പറയാണ്, പാപം ചെയ്യുന്നവനെ നിന്റെ യജമാനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് നീ മോശം ചിന്ത വെക്കരുത്, നല്ല ചിന്ത വെക്കുക. നീ തൗബ ചെയ്ത് മടങ്ങിയാൽ സ്വീകരിക്കുന്നവനാണ് എന്ന് നല്ല ചിന്ത വെക്കുക. അല്ലാതെ പാപം ചെയ്തുകൊണ്ട് ജീവിച്ചാലും പുറത്തു വരുന്നുള്ളതല്ല നല്ല ചിന്ത. തൗബ ചെയ്ത് മടങ്ങിയാൽ, നന്നായി കഴിഞ്ഞാൽ അത് സ്വീകരിക്കും, അതിനുള്ള തൗഫീഖ് നൽകുമെന്നുള്ള ചിന്ത. വതുബ് ഇലൈഹി, അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. ഫഇന്നഹു ലാ യഹ്ലികു അലല്ലാഹി ഇല്ലാ ഹാലികുൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വിട്ടുപോയവനല്ലാതെ നാശം സംഭവിക്കുകയില്ല. അതായത് അള്ളാഹുവിലേക്ക് മടങ്ങാതെ അള്ളാഹുവിനെ കുറിച്ച് പിന്നെ മോശം ചിന്ത വെച്ചുകൊണ്ട് അങ്ങനെ നശിച്ചവനല്ലാതെ നശിച്ചവനില്ല. അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ ഒരാളും തന്നെ നാശം അവർക്കുണ്ടാവുകയില്ല എന്ന നിലക്ക് പറയാം. അള്ളാഹു തആലയിൽ കൈവിട്ട് നശിച്ചാൽ അവൻ ഏറ്റവും നാശം സംഭവിച്ചവനാണ്. എന്നിട്ട് ചില ബൈത്തുകൾ കൊടുക്കുന്നുണ്ട്. ഇദാ ഔജഅത്ക ദുനൂബു ഫദാവിഹാ ബിറഫ്ഇ യദിൻ ഫിൽ ലൈലി വൽ ലൈലു മുദ്ലിമു, നിന്റെ പാപങ്ങൾ നിന്നെ വേദനിപ്പിക്കുന്നുണ്ട് എങ്കിൽ നീ അതിനെ ചികിത്സിക്കുക, അതിനുള്ള മരുന്ന് നൽകുക. എന്താണത്? ബിറഫ്ഇ യദിൻ ഫിൽ ലൈൽ, രാത്രിയിൽ, വല്ലൈലു മുദ്ലിമു, രാത്രി ഇരുട്ടാകുമ്പോൾ നിന്റെ റബ്ബിലേക്ക് നീ കൈകൾ ഉയർത്തിക്കൊണ്ട്. വലാ തഖ്നിതൻ മിൻ റഹ്മത്തില്ലാഹി ഇന്നമാ ഖുനൂതുക മിൻഹാ മിൻ ദുനൂബിക അഅ്ളമു, നീ ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശയുള്ളവനാകരുത്, പ്രതീക്ഷയറ്റവനാകരുത്. കാരണം അള്ളാഹുവിൽ നിന്ന് നിരാശപ്പെടുക എന്നുള്ളത് നീ ചെയ്ത എല്ലാ പാപങ്ങളെക്കാൾ വലിയ തെറ്റാണ്. കാരണം വൻപാപമാണ്. അള്ളാഹുവിൽ നിരാശപ്പെടുക എന്നുള്ളത് വൻപാപമാണ്. ഫറഹ്മതുഹു ലിൽ മുഹ്സിനീന കറാമത്തുൻ വറഹ്മതുഹു ലിൽ മുദ്നിബീന തകർറുമു, അള്ളാഹു മുഹ്സിനീങ്ങൾക്ക്, അള്ളാഹുവിനനുസരിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് കാരുണ്യം എന്നുള്ളത് അള്ളാഹുവിന്റെ കറാമത്താണ്. അള്ളാഹു അവർക്ക് കറാമത്തായി ചൊരിഞ്ഞിട്ടുള്ളതാണ്. വറഹ്മതുഹു ലിൽ മുദ്നിബീന തകർറുമു, എന്നാൽ പാപികൾക്ക് അവൻ കാണിക്കുന്ന കാരുണ്യം അവന്റെ ഔദാര്യമാണ്. അപ്പോ എത്ര തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് ഉറപ്പിക്കുക. എന്നിട്ട് പറഞ്ഞു, യംബഗി ലിമൻ യർജുൽ ഇത്ഖ മിനൻ നാർ ഫി ശഹ്രി റമളാൻ, ആരാണോ ഈ റമളാൻ മാസത്തിൽ നരകത്തിൽ നിന്ന് മോചിതനാകുന്നവരുടെ കൂട്ടത്തിലാകണം എന്നെല്ലാം പ്രതീക്ഷിക്കുന്നത് അവന്റെ മേലെയുള്ള ബാധ്യതയാണ്, അവൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അനിയതിയ ബി അസ്ബാബിൻ തൂജിബുൽ ഇത്ഖ മിനൻ നാർ, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന കാരണങ്ങൾ അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നത്. വഹിയ മുതയസ്സിറത്തുൻ ഫി ഹാദ ശഹ്ർ, അതാണെങ്കിലോ ഈ മാസത്തിൽ എളുപ്പമാക്കപ്പെട്ടതാണ്. അത് എളുപ്പമുള്ളതാണ് ഈ മാസത്തിൽ. നോമ്പ് എന്തൊരു റമളാനിൽ എന്തൊരു എളുപ്പ, ബാക്കിയുള്ള സമയത്തുള്ളതിനേക്കാൾ എളുപ്പമാണ് റമളാനിൽ നോമ്പ് വെൽക്കുക എന്നുള്ളത്. ആ സാഹചര്യം മൊത്തത്തിലുള്ളത് കൊണ്ട് രാത്രി നിസ്കാരം നമ്മൾ നിർവഹിക്കുന്നു, ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യുന്നു, പാപങ്ങൾ ഒഴിവാക്കുന്നത് ഈ മാസത്തിൽ പല കാരണങ്ങളാൽ എളുപ്പമാണ്. അപ്പൊ ആ കാരണങ്ങളെല്ലാം നീ കൊണ്ടുവരണം നരകത്തിൽ നിന്ന് മോചനം ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ. വകാന അബൂ ഖിലാബ റഹിമഹുല്ലാ, വളരെ ശ്രേഷ്ഠനായ താബിഈയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ മരണം വളരെ അറിയപ്പെട്ട ഒരു സംഭവമാണ്. പിന്നെ ഏതൊരു മുഅ്മിന്റെയും ഖൽബിനെ ഒന്ന് വിറകൊള്ളിക്കുന്ന ചരിത്രമാണ് അദ്ദേഹത്തിന്റെ മരണ സംഭവം എന്നുള്ളത്. ഇപ്പോൾ പറയാൻ സമയമല്ല. വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തിയിട്ട് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് കയ്യും കാലും ഇല്ലാതായി
എല്ലാം നഷ്ടപ്പെട്ട് ആകെ ഉണ്ടായിരുന്ന മകനും നഷ്ടപ്പെട്ടിട്ടും അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ തൗഫീഖ് നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് വിജനമായ ഒരു മരുഭൂ പ്രദേശത്ത് കിടന്നിരുന്ന അബൂ ഖിലാബ റഹിമഹുള്ളയുടെ ചരിത്രം വളരെ പ്രശസ്തമായതാണ്. അദ്ദേഹം നല്ല കാലത്ത്, അദ്ദേഹത്തിന് നല്ല ആരോഗ്യവും അതുപോലെ എല്ലാം ഉണ്ടായിരുന്ന കാലത്ത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് അബൂ ഖിലാബ. അദ്ദേഹത്തിന്റെ നല്ല ആയുസ്സും നല്ല ആരോഗ്യവും നല്ല സ്വത്തും സമ്പത്തും എല്ലാം ഉണ്ടായിരുന്ന കാലത്ത് യുഅ്തഖു ഫി ആഖിരി ശഹർ, റമളാനിന്റെ അവസാനമാകുമ്പോൾ അദ്ദേഹം മോചിപ്പിക്കാറുണ്ടായിരുന്നു ജാരിയത്തൻ ഹസന മുസയ്യനതൻ, അദ്ദേഹത്തിന്റെ അടിമ സ്ത്രീകളിൽ വളരെ സൗന്ദര്യമുള്ള പിന്നെ വളരെ കൗതുകമുള്ള അടിമ സ്ത്രീയെ മോചിപ്പിക്കാറുണ്ടായിരുന്നു. അവളെ മോചിപ്പിക്കുന്ന, അവളോട് നല്ല ഇഷ്ടം ഉണ്ടാവും, കാരണം അടിമ സ്ത്രീ വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീയാണ്, നല്ല സൗന്ദര്യമുള്ള ഇഷ്ടമുള്ള അടിമയായിരിക്കും. പക്ഷെ ഒരു അടിമയെ മോചിപ്പിക്കുമ്പോൾ ആ അടിമയുടെ മൂല്യത്തിനും അനുസരിച്ചിട്ടാണ് അതിന്റെ പ്രതിഫലം. ഇപ്പോ ആണടിമകളാണ് എങ്കിൽ അവർക്ക് കഴിവുണ്ട്, അതായത് പിന്നെ നല്ല കഴിവുള്ള നല്ല ശേഷിയുള്ള പണിയെടുക്കുന്നവരാകുമ്പോൾ അതിന് മൂല്യമുണ്ട്. ഒന്നിനും കൊള്ളാത്ത അടിമകളാണെങ്കിൽ അതിന് മൂല്യം കുറയും. അതുപോലെ സ്ത്രീകളിൽ, അടിമ സ്ത്രീകളിൽ സൗന്ദര്യമുള്ള ആഗ്രഹം ജനിപ്പിക്കുന്ന മോചിപ്പിക്കുമ്പോൾ കൂടുതൽ പ്രതിഫലം ഉണ്ടാവും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എല്ലാം ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു എന്നുള്ള ആയത്ത് കൊണ്ട് പിൽക്കാലത്ത് അമല് ചെയ്യുന്ന സമയത്ത്, ആ ആയത്ത് കൊണ്ട് സലഫുകളെല്ലാം അമല് ചെയ്ത സംഭവം കാണാം. അദ്ദേഹത്തിന് പിൽക്കാലത്ത് ഖുർആനൊക്കെ ഇറങ്ങി നബിയുടെ കാലത്തിനൊക്കെ ശേഷം ആയത്ത് ഒരിക്കൽ പാരായണം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള റോമക്കാരിയായിട്ടുള്ള, റോമയോ പേർഷ്യക്കാരി ആയിട്ടുള്ള സൗന്ദര്യമുള്ള അടിമ സ്ത്രീയെ മോചിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിൽ നിന്ന് ചെലവഴിച്ചാലല്ലാതെ നിങ്ങൾക്ക് പുണ്യം നേടാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവളെയാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മോചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചില ആളുകൾ വിവാഹം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ, സ്വതന്ത്രയാക്കിയിട്ട് വിവാഹം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഒഴിവാക്കി അള്ളാഹുവിന് വേണ്ടി പ്രതിഫലം ലഭിച്ച ചെയ്തൊന്നിനെ ഞാൻ തിരിച്ചെടുക്കില്ല എന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതിൽ ചെലവാക്കുമായിരുന്നു. അപ്പൊ അബൂ ഖിലാബ റമളാനിന്റെ അവസാനത്തിൽ അവിടുത്തെ അടിമ സ്ത്രീകളിൽ വളരെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ അല്ലെങ്കിൽ അടിമ സ്ത്രീയെ മോചിപ്പിക്കാറുണ്ടായിരുന്നു, നരകത്തിലുള്ള മോചനം പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പൊ ഇവിടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നരകമോചനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള അസ്ബാബുകൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. റമളാനിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെലവഴിക്കുന്ന, അല്ലെങ്കിൽ സദഖ നൽകുന്ന, അല്ലെങ്കിൽ അഅമാലുകൾ ചെയ്യുന്ന, പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, എന്താണോ നമുക്ക് ഓരോരുത്തർക്കും കഴിയുക അത് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. وفي حديث سلمان المرفوع الذي في صحيح ابن خزيمة, صحيح ابن خزيمة കൊടുത്തിട്ടുള്ള സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു മർഫൂആയി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, എന്നാൽ അത് ദഈഫ് ആയിക്കൊണ്ടാണ് പിന്നെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നുകിൽ റഫ്ഉ ദഈഫ് ആയിരിക്കും, അല്ലെങ്കിൽ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കായിരിക്കും. മൻ ഫത്തറ ഫീഹി സായിമൻ കാന ഇത്ഖൻ ലഹു മിനൻ നാർ, ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അവന് നരകത്തിൽ നിന്നുള്ള മോചനമുണ്ട്. ആശയം കൊണ്ട് ശരിയാണ്, ബാക്കിയുള്ള ഒരുപാട് ഹദീസുകൾ അറിയിക്കുന്നതാണ്. വമൻ ഖഫഫ ഫീഹി മൻ മംലൂക്കിഹി, നേരത്തെ പറഞ്ഞ തന്റെ കീഴിലുള്ള ജോലിക്കാർക്ക് ജോലി കുറച്ചു കൊടുക്കുന്ന, എളുപ്പമാക്കി കൊടുക്കുന്നവൻ ആരാണോ കാന ഇത്ഖൻ ലഹു മിനൻ നാർ, അതെല്ലാം അവരുടെ നരകത്തിൽ നിന്നുള്ള ഒരു മോചനമാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾക്കൊക്കെ പൊതുവായിട്ട് നരകമോചനം പ്രതിഫലമായിട്ടുണ്ടാകും. വഫീഹി ഐബൻ, അതിന്റെ വേറെ കുറച്ച് റിവായത്തിൽ അതിനെ തുടർന്നുകൊണ്ട് കാണാം, ഫസ്തക്സിറൂ ഫീഹി മിൻ ഖസ്ലതൈൻ തുർലൗന ബിഹിമാ റബ്ബുക്കും വഖസ്ലതൈൻ ലാ തുർലൗന ബിഹിമാ റബ്ബക്കും വഖസ്ലതൈൻ ലാ ഗിനാ ബിക്കും അൻഹുമാ. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ തൃപ്തിപ്പെടുത്തുന്നത്, പിന്നെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ആവശ്യമുള്ളതായിട്ടും. ഫഅമ്മൽ ഖസ്ലതാനി ലതാനി തുർലൗന ബിഹിമാ റബ്ബക്കും, രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങൾ, ഫശഹാദതു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഇസ്തിഗ്ഫാർ, ലാ ഇലാഹ ഇല്ലല്ലാഹും ഇസ്തിഗ്ഫാറുമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹും ഇസ്തിഗ്ഫാറും തമ്മിലുള്ള ബന്ധം വളരെ അറിയപ്പെട്ടതാണ്. പല ഹദീസുകളും പല ആയത്തുകളും തന്നെ ആ ഒരു ആശയത്തെ അറിയിക്കുന്നതായിട്ട് വന്നിട്ടുണ്ട്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇസ്തിഗ്ഫാർ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുവിന്റെ മേലെ ആരോപിക്കുന്ന കുറവുകളെ മായ്ച്ചു കളയുന്നതും, ഇസ്തിഗ്ഫാർ അടിമകളുടെ മേലെ ഉണ്ടാകുന്ന കുറവുകളെ മായ്ച്ചു കളയുന്ന കാര്യവുമാണ്. അപ്പോൾ ഈ ഹദീസ് ദുർബലമാണെങ്കിലും ആശയം കൊണ്ട് ശരിയാണ്. വമ്മല്ലതാനി ലാ ഗിനാ ബിക്കും അൻഹുമാ, രണ്ട് കാര്യങ്ങൾ എന്തിരുന്നാലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്, ഫതസ്അലൂന അല്ലാഹ തആല അൽ ജന്ന വതഊദൂന ബിഹി മിനൻ നാർ, അല്ലാഹുവിനോട് സ്വർഗത്തെ ചോദിക്കുകയും അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് രക്ഷ തേടുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതും അറിയപ്പെട്ട കാര്യമാണ് ദീനിൽ. അപ്പോൾ ഹദീസ്
വഈഫായി കൊണ്ട് വന്നാണെങ്കിലും അതിന്റെ ആശയത്തിലുള്ള കാര്യങ്ങൾ മറ്റു പല ഹദീസുകളെ കൊണ്ടും ആയത്തുകളെ കൊണ്ടും ശരിയായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. അവിടെ ഉദ്ധരിക്കാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ, ഈ കാര്യങ്ങൾ അമലുകൾ ഉണ്ടാകണം, നരകമോചനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ റമളാനിൽ നിങ്ങളിൽ ഉണ്ടാകണം. ഫഹാദിഹിൽ ഖിസാലുൽ അർബഅ, ഇതിൽ പറഞ്ഞ 4 കാര്യങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇസ്തിഗ്ഫാർ, സ്വർഗ്ഗം ചോദിക്കുക, നരകത്തിൽ രക്ഷ തേടുക. അൽമദ്കൂറതു ഫി ഹാദിൽ ഹദീസ് കുല്ലും മിൻഹാ സബബുൽ ഇത്ഖൽ മഗ്ഫിറ, ഈ പറഞ്ഞ 4 കാര്യങ്ങളും നരകത്തിൽ നിന്ന് മോചിതനാകാനുള്ള അതുപോലെ തന്നെ മഗ്ഫിറത്ത് ലഭിക്കാൻ കാരണമാകുന്ന 4 കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇസ്തിഗ്ഫാർ, അതുപോലെ സ്വർഗ്ഗം ചോദിക്കുക, നരകത്തിൽ നിന്ന് രക്ഷ തേടുക എന്നീ കാര്യങ്ങളെല്ലാം. ഇനി അതിന്റെ അവസാന ഭാഗത്ത് പിന്നെ ഈ 4 കാര്യങ്ങളെ പറ്റി അതുകൊണ്ടുള്ള ചില പ്രത്യേകതകളെല്ലാമാണ് പറയുന്നത്. ഈ 4 കാര്യങ്ങളുടെ നേട്ടമാണ് ഇനി ഇബ്നു റജബ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു മജ്ലിസിൽ കൂടി ഈ ഒരു റിസാലയുടെ വായന നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.